കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പി.സി. ജോർജിനെ എം.എൽ.എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ഹർജിയിൽ സ്പീക്കറുടെ ചേംബറിൽ ഇന്ന് അന്തിമ വാദം നടക്കും. വാദം പൂർത്തിയാക്കി ഇന്ന് തന്നെയോ തുടർ ദിവസങ്ങളിലോ വിധി പ്രസ്താവിക്കാനാണ് സാധ്യത. അതേസമയം ജോർജിന് രാജി നൽകിയേക്കുമെന്ന് സൂചനയുണ്ട്. പി.സി. ജോർജിനെ അയോഗ്യനാക്കണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയാക്കി ഇന്നു തന്നെയോ തൊട്ടടുത്ത ദിവസങ്ങളിലോ വിധി പ്രസ്താവിക്കാനാണ് സ്പീക്കറുടെ തീരുമാനം. ഹർജി നിലനിൽക്കുമെന്ന് നേരത്തെ സ്പീക്കർ വിധിച്ചതിനെതിരെ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമായ പ്രയോജനമുണ്ടായില്ല. തുടർന്ന് ജോർജ് ആവശ്യപ്പെട്ടത് പ്രകാരം മുഖ്യമന്ത്രിയും കെ.പി.സി.സി പ്രസിഡന്റും അടക്കമുള്ളവരെ സാക്ഷികളായി വിസ്തരിച്ചെങ്കിലും മിക്കവരും ജോർജിനെതിരായാണ് മൊഴി നൽകിയത്. അതേസമയം പ്രതിപക്ഷ എം.എൽ.എമാരായ വി.എസ്. സുനിൽകുമാറും എ. പ്രദീപ് കുമാറും ജോർജിനെ അനുകൂലിച്ച് മൊഴി നൽകി. ജോർജ് അഴിമതി വിരുദ്ധ മുന്നണി രൂപീകരിച്ചത് തന്റെ അറിവോടെയാണെന്ന് കെ.എം. മാണി നിയമസഭയിൽ പറഞ്ഞതിന്റെ തെളിവുകളും ഇവർ ഹാജരാക്കിയിരുന്നു. വിസ്താരം നീട്ടിക്കൊണ്ടുപോകാൻ ജോർജ് മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നാണ് പാർട്ടിക്ക് വേണ്ടി ഹർജി നൽകിയ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ ആരോപണം. സാക്ഷിയാക്കണമെന്ന് താൻ ആവശ്യപ്പെട്ട നിയമസഭാ സെക്രട്ടറിയെ ഇനിയും വിസ്തരിച്ചിട്ടില്ലെന്ന് ജോർജ് പറയുമ്പോൾ മതിയായ സമയം കൊടുത്തിട്ടും വിസ്തരിച്ചില്ലെന്നാണ് മറുപക്ഷം പറയുന്നത്. എന്തായാലും അയോഗ്യനാക്കാനുള്ള തീരുമാനമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെങ്കിൽ അതിനു മുൻപ് രാജിവെക്കാനാണ് ജോർജിന്റെ ശ്രമം. രാജിക്കത്തുമായാകും ജോർജ് നാളെ വാദത്തിനെത്തുകയെന്നും സൂചനയുണ്ട്. സ്പീക്കറുടെ തീരുമാനം ജോർജിനെതിരാണെങ്കിൽ സംസ്ഥാനത്ത് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം അയോഗ്യനാക്കപ്പെടുന്ന രണ്ടാമത്തെ എം.എൽ.എ ആകും പി.സി. ജോർജ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.